എളിമയുടെ മറ്റൊരു ഉദാഹരണമാണ് യൂദയായിലെ ബെത്ലഹേം. ബെത്ലഹേം എഫ്രാത്ത, യൂദാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും എന്ന് മിക്ക പ്രവാചകനിലൂടെ ദൈവം അരുൾ ചെയ്യുന്നതിൽ നിന്നുതന്നെ ബെത്ലഹേം ഒരു ചെറു നഗരമാണെന്ന് മനസ്സിലാക്കാം. പ്രസിദ്ധി നേടിയ അനേകം നഗരങ്ങൾ ഈ ഭൂമിയിലുണ്ടായിരുന്നിട്ടും ദൈവം തിരഞ്ഞെടുത്തത് ബെത്ലഹേം ആയിരുന്നു. സാധാരണയായി വീടുകളിൽ അമ്മമാർ പലഹാരങ്ങൾ കുഞ്ഞുങ്ങൾ കാണാതെ ഒളിച്ചു വയ്ക്കുന്നതും വീടിൻ്റെ താക്കോൽ സൂക്ഷിച്ചു വയ്ക്കുന്നതും ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലത്തായിരിക്കും. അതുപോലെ ദൈവം തൻ്റെ നിധിയെ ബെത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ മറച്ചുവച്ചു. നമ്മുടെ ഹൃദയങ്ങളും ബെത്ലഹേമുകളാക്കുക. നമ്മിലെ എളിമയും ദാരിദ്ര്യത്തിലും മാത്രമേ അവന് വന്നു പിറക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ധ്വനി കൂടി അതിലുണ്ട്. ഈ ക്രിസ്മസ് കാലം എളിമയിൽ ജീവിക്കുവാൻ നമ്മെ സഹായിക്കട്ടെ.